Hello friends, welcome back to BA tutorial. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പഠിത്തമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെഡഗോജി മോക്ക് ടെസ്റ്റ് ആണ്. പെഡഗോജി മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റുകാർക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിൽ കാറ്റഗറി 2-നും കാറ്റഗറി 3-നും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സെറ്റുകാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു പെഡഗോജി മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആകുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. മാർക്ക് കമൻറ്റ് ചെയ്യണം. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ മാർക്ക് കിട്ടിയിട്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. അതിനു വേണ്ടി പറയുന്നതാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പെഡഗോജി മോക്ക് ടെസ്റ്റ് ആണ്, എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: What helps a teacher to adopt effective instructional aids and strategies in teaching learning process? Competitive analysis, content analysis, pedagogic analysis, SWOT analysis. ആൻസർ വരുന്നത് പെഡഗോഗിക് അനാലിസിസ് ആണ്. ഒരു ടീച്ചറിനെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എഫക്റ്റീവായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ എയ്ഡും സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യുന്നതിനായി ഹെൽപ്പ് ചെയ്യുന്നത് എന്ത്? അതേതാണ്? അത് പെഡഗോഗിക് അനാലിസിസ് ആണ്. ഇവിടെ ഒരു SWOT അനാലിസിസ് എന്നുള്ളതുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് എന്താ SWOT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ എവിടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാമല്ലോ. SWOT അനാലിസിസ് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിലെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് SWOT അനാലിസിസ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്, SWOT അനാലിസിസിൻ്റെ കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം: Who is considered as the father of cognitive constructivism? അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രൂണർ, ഗാഗ്നെ, പിയാഷെ, വൈഗോട്സ്കി. ആൻസർ വരുന്നത് പിയാഷെയാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ക്ലിയർ ആണ്. ഫാദർ ഓഫ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് ചോദിച്ചേക്കുന്നത്. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആകുമ്പോൾ അത് പിയാഷെയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് എന്നുണ്ടെങ്കിൽ അത് വൈഗോട്സ്കിയാണ്. രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഏജൻസി പബ്ലിഷ്ഡ് NCF 2005? CBSE, NCTE, SCERT, NCERT. ആൻസർ വരുന്നത് NCERT ആണ്. NCF 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ അത് 2005-ലാണ്. അതേ തുടർന്ന് വന്നതാണ് KCF 2007-ലാണ്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. ഇവിടെ NCF പബ്ലിഷ് ചെയ്തത് ആര് എന്നാണ് ചോദിച്ചത്. അത് ഏത് ഏജൻസിയാണ്? അത് NCERT ആണ്. NCERTയുടെ ഫുൾ ഫോം നമുക്കൊന്ന് നോക്കാം. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് ആണ് എന്നുള്ളത് ഓർമ്മിച്ചോളാം. ചിലപ്പോൾ ഫോറും ഓഫും തന്നിട്ട് നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ NCERTയുടെ ഫുൾ ഫോം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി അത് SCERT ആണെങ്കിലോ? SCERT ആണെങ്കിൽ അത് സ്റ്റേറ്റ് കൗൺസിലാവും. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് NCF 2005 പബ്ലിഷ് ചെയ്തത് ആര് എന്നുള്ളതാണ്. പബ്ലിഷ്ഡ് ചെയ്ത ഏജൻസി ഏതെന്നാണ്. അത് NCERT ആണ്. NCERTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്.
SCERT ആവുമ്പോൾ അത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാവും. അതുപോലെ NCTEയുടേതാണെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് മറന്നു പോകണ്ട. NCERTയും SCERTയും വരുമ്പോൾ നാഷണൽ കൗൺസിൽ ഓഫാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫാണ്. എന്നാൽ NCTE എന്ന് പറയുമ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നാഷണൽ കൗൺസിലാണ്. അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ അതത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി 4ാമത്തെ ചോദ്യം, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ച് ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ ടു ആൻസർ, എക്സ്പ്ലോറേഷൻ, ലബോറട്ടറി ടെസ്റ്റ്, ഒബ്സർവേഷൻ. ആൻസർ ഏതാ വരുന്നത്? എ ക്വസ്റ്റ്യൻ ടു ആൻസർ ആണ്. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൽ നിന്നും ഒരു ഉത്തരത്തിലേക്കാണ്. ദാറ്റ് ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ ടു ആൻസർ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം, ഇയർ ഇൻ വിച്ച് NCERT വാസ് എസ്റ്റാബ്ലിഷ്ഡ്. 1963, 1961, 1964, 1962. ആൻസർ വരുന്നത് 1961 ആണ്. NCERT എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1961, 1961. 6ാമത്തെ ചോദ്യം, which among the following will come under the principle of curriculum construction? Principle of utility, principle of discipline, principle of planning, principle of cooperation. ആൻസർ ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷനകത്ത് വരുന്നത് ഏത് എന്നാണ് ചോദ്യം. കരിക്കുലം കൺസ്ട്രക്ഷനകത്ത് ഡിസിപ്ലിനും പ്ലാനിങ്ങും കോപ്പറേഷനും ഒന്നും അതിനകത്ത് വരുന്നതല്ല. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്നുള്ളത് കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിളിനകത്ത് വരുന്നതാണ്. 7ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെഡഗോഗിക്കൽ അനാലിസിസ്? കണ്ടന്റ് അനാലിസിസ്, കരിക്കുലം ഡിസൈനിങ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ലേണിംഗ് എക്സ്പീരിയൻസസ്. ആൻസർ വരുന്നത് കരിക്കുലം ഡിസൈനിങ് ആണ്. പെഡഗോഗിക്കൽ അനാലിസിസിനകത്ത് വരാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ പെഡഗോഗിക്കൽ അനാലിസിസിനകത്ത് വരുന്നതല്ല കരിക്കുലം ഡിസൈനിങ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, കണ്ടന്റ് അനാലിസിസ് ഇതെല്ലാം പെഡഗോഗിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Versatile ICT enabled resource for students as entertainment channel only, edutainment channel only, game channel only, science channel only. Versatile ICT enabled resource for students എന്ന് പറയുന്നത് edutainment channel ആണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, which is not a part of curriculum? Evaluation, learning experience, professional ethics, syllabus. ഓപ്ഷൻ ഇന്ന് ക്ലിയർ ആണ്. പ്രൊഫഷണൽ എത്തിക്സ് ആണ് കരിക്കുലത്തിൻ്റെ പാർട്ട് അല്ലാത്തത്. 11ാമത്തെ ചോദ്യം, which situation is suitable for using lecture method? For formulating tentative solution, for giving individual attention to students, for giving hands-on experience to student, for introducing and summarizing lesson. ആൻസർ വരുന്നത് for introducing and summarizing lessons ആണ്. നമുക്കറിയാം ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, കണ്ടൻറ്റ് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം ടീച്ചർ എന്ത് ചെയ്യുന്നു, ലെക്ചർ ചെയ്ത് കുട്ടികൾക്ക് കണ്ടൻറ്റ് എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ലെക്ചർ മെത്തേഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് എന്ന്. അപ്പോൾ ഒരു പുതിയൊരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നത് ലെക്ചർ മെത്തേഡിൻ്റെ പാർട്ടാണ്. അടുത്ത് 12ാമത്തെ ചോദ്യം, an approach of curriculum organization
where a continuous and unbroken learning of subject matter through various levels of education is ensured. Concentric approach, interdisciplinary approach, spiral approach, and topical approach. ആൻസർ വരുന്നത് ഏതാണ്? സ്പൈറൽ അപ്രോച്ചാണ്. 13ാമത്തെ ചോദ്യം, സ്കിൽസ് എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സയൻറ്റിഫിക് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ സ്കിൽസ്, ലൈഫ് സ്കിൽസ്, പ്രോസസ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്. സയൻറ്റിഫിക് ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത് അത് ലൈഫ് സ്കില്ലാണ്. 14ാമത്തെ ചോദ്യം, ടെസ്റ്റ് വിച്ച് മെഷേഴ്സ് pupils' attainment and progression in scientific subject or topic ever set period of time. Options: achievement test, diagnostics test, formative test, prognostic test. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. ഇവിടെ എന്താ ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലേ? എന്താണ്? പ്യൂപ്പിൾസിൻ്റെ അറ്റൈൻമെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ ഇൻ സയൻറ്റിഫിക് സബ്ജക്റ്റ് ഓർ എ ടോപ്പിക്. ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോ നമ്മളൊരു കുറച്ച് പീരീഡുകൾ കൊണ്ട് ഒരു കുട്ടി എന്തൊക്കെ അറ്റൈൻ ചെയ്തു എന്ന് മെഷർ ചെയ്യുന്നത്, കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ടെസ്റ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. പല രീതിയിൽ അത് ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. അടുത്ത 15ാമത്തെ ചോദ്യം, എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഡാൾട്ടൺ പ്ലാൻ, എക്സ്പെരിമെൻറ്റ്, ലെക്ചർ, പ്രോജക്റ്റ്. ആൻസർ ഇവിടെ വരുന്നത് പ്രോജക്റ്റാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോജക്റ്റാണ്. 16ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ അഡ്വൈസറി ബോഡി ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഓൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ടീച്ചർ എഡ്യൂക്കേഷൻ? NCTE, NCERT, SCERT, UGC. ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ? ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബോഡി എന്ന് പറയുന്നത് അത് NCTE ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ്. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം, വിച്ച് ഡൊമൈൻ ഇൻവോൾവ്സ് വിഷ്വലൈസിംഗ് ആൻഡ് ഫോർമുലേറ്റിംഗ് എക്സ്പീരിയൻസ്, ഡിസൈനിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷീൻസ് റിലേറ്റഡ് ഒബ്ജക്ട്സ് and concept in a new ways? Application domain, attitudinal domain, creativity domain, process domain. ആൻസർ വരുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആണ്. 18ാമത്തെ ചോദ്യം, the main function of NCERT is an extension work with state educational departments centering around the improvement of higher education, school education, vocational education, technical education. ആൻസർ വരുന്നത് സ്കൂൾ എഡ്യൂക്കേഷനാണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് NCERTയുടേതാണ് എന്നുള്ളത് അല്ലേ? NCERT എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. 19ാമത്തെ ചോദ്യം, ടീച്ചിങ് ഔട്ട്ലൈൻ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ ലെസൺ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി പ്രസൻറ്റഡ്. ആക്ഷൻ പ്ലാൻ, ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇയർ പ്ലാൻ. സിമ്പിളാണ്. ആൻസർ വരുന്നത് ലെസൺ പ്ലാൻ ആണ്. അടുത്ത 20ാമത്തെ ചോദ്യം, എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് വൺ കംസ് അണ്ടർ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ? ലേണിംഗ് ടു ആർട്ട്, ലേണിംഗ് ടു ഏൺ, ലേണിംഗ് ടു തിങ്ക്, ലേണിംഗ് ടു ബി.
ആൻസർ വരുന്നത് ലേണിംഗ് ടു ബി ആണ്. 4 pillars ഓഫ് എഡ്യൂക്കേഷനകത്ത് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. അത് ലേണിംഗ് ടു ബി ആണ്. 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ഏതെന്ന് അറിയണം. 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ഏതൊക്കെയാണ്? ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി ആൻഡ് ലേണിംഗ് ടു ലീവ് ടുഗെദർ. ഇത് 4 നമ്മുടെ pillars ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി ആൻഡ് ലേണിംഗ് ടു ലീവ് ടുഗെദർ. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം. ഹൂ ഡെവലപ്ഡ് ദ ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ? ഇത് സയൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ടാക്സോണമിയുടേതാണ് കേട്ടോ. അപ്പോൾ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അപ്പോൾ അവർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സബ്ജക്റ്റുകാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡേഴ്സൺ ആൻഡ് റാത്ത്ഹോൾ, ബിഗ്സ് ആൻഡ് കൊളീസ്, BS ബ്ലൂം, MC കോർമാക് ആൻഡ് യാഗർ. ആൻസർ വരുന്നത് MC കോർമാക് ആൻഡ് യാഗർ ആണ്. ഇത് സയൻസുകാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് കേട്ടോ. അടുത്ത 22ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡാൽട്ടൺ മെത്തേഡ്? ലാസ്റ്റത്തെ ചോദ്യമാണ് കേട്ടോ. ആംസ്ട്രോങ്, DW അലൻ, ഹെലൻ പാക്ക്ഹോസ്റ്റ്, ജോൺ ഡിവേ. ആൻസർ വരുന്നത് ഹെലൻ പാക്ക്ഹോസ്റ്റ് ആണ്. ഡാൽട്ടൺ മെത്തേഡിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹെലൻ പാക്ക്ഹോസ്റ്റ്. അപ്പോൾ 22 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ടഫായിരുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് എത്ര മാർക്കിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ച് പോകുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സമയത്തൊന്ന് റെഫർ ചെയ്ത് പോകാനായിട്ട് എളുപ്പമാവും. അപ്പോൾ നമുക്ക് കേട്ട് പരിചയമില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ന്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് വായിച്ചിട്ട് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്തോളണം. അതൊക്കെ നമ്മളുടെ ഒരു ടെക്നിക്കാണ്. അതങ്ങനെയൊക്കെ ചെയ്ത് വേണം നമ്മൾ പഠിച്ച് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റ് കഴിയുകയാണ്. നെക്സ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കഴിഞ്ഞ Ktetൻ്റെ സൈക്കോളജി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ PPT ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ കാണുന്നതിലേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന. താങ്ക് യു ആൾ.